യജ്ഞങ്ങൾ നടത്തപ്പെടുന്നത് നമ്മളുടെ മനസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലെ ദുരിതങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നതിനും നല്ല കർമ്മങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനുമായിട്ടുള്ള വേദിയായിരിക്കണം ഏത് യജ്ഞശാലകൾ. ഈ യജ്ഞശാലകളിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പനേരത്തേക്ക് നമ്മളെല്ലാം മറന്ന് വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ദുഃഖങ്ങളും എല്ലാം മറന്ന് യജ്ഞക്രിയകൾ ആരംഭിക്കുമ്പോൾ അവിടെ തുടങ്ങുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം. നാളെ നമ്മൾ ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ ഉണ്ടാവില്ല, ഉണ്ടാവും എന്നൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത കാലം. ആ നിർവചിക്കാൻ പറ്റാത്ത കാലത്തിൽ ശത്രുത എന്ന മനോഭാവം ആരിലാണോ ഉടലെടുക്കുന്നത് അവർക്ക് തന്നെ ശത്രുത ഉണ്ടാക്കുകയും അതിലൂടെ പല ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന ആ വേളയിൽ നിന്നും നമ്മൾ മാറി അല്പനേരം യജ്ഞശാലയിൽ പൂർത്തീകരിക്കപ്പെട്ടു. നീ നിൻ്റെ ധർമ്മകർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന സമയത്ത് നീ എന്നിൽ നിന്നും അകലുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഭഗവാൻ ഇരിക്കുന്ന എവിടെയാണ്? ഭഗവാൻ ഇരിക്കുന്ന എവിടെയാണ്? അപ്പോൾ നമ്മുടെ ശ്രീകോവിലെന്ന് പറയുന്ന ആ മനസ്സിൽ മ്ലേച്ഛമാകാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നതാണ്, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ശ്രീകോവിലിരിക്കുന്ന ഉള്ളിൽ ആ ദേവതയുണ്ട്. ആ ദേവതയെ പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങൾ ഇരിക്കണം. കാരണം ഇവിടെ വന്നിരിക്കുന്നവർ പൂജ കൂടാൻ വേണ്ടിയിട്ടും പൂജ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ധൃതിയാണ്, എനിക്ക് ഈ പൂജ കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്തിക്കുന്ന വ്യക്തിക്ക് എന്തു പറ്റും? പൂജയുടെ ഫലങ്ങൾ ലഭിക്കപ്പെടാതെ പോകും. പൂജാഫലങ്ങൾ ലഭിക്കപ്പെടണമെങ്കിൽ നമ്മൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. ആ നഷ്ടബോധമാണ് നാളെ എന്ന ഒരു വലിയ കർമ്മയോഗങ്ങളിലേക്ക് നമ്മൾ നടക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും അവരുടെ മൊബൈലും വീടും എല്ലാം തൽക്കാലം ഇരുട്ടിലേക്കാക്കുക. എന്താ ഇരുട്ടിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ മാറ്റിവെക്കുക. അല്ലെങ്കിൽ തൽക്കാലം നമ്മൾ മൊബൈലൊന്നുമില്ലാതെ ആദിത്യ മന്ത്രമായ നാരായണ മന്ത്രം തുടങ്ങി നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഓരോ മന്ത്രം തീരുമ്പോഴും, കാരണം വളരെ വൈകിയാണ് തുടങ്ങുന്നത്, കാലാവസ്ഥ വളരെ മോശമായിരുന്നു, പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. ആ തെളിഞ്ഞ അവസ്ഥ എല്ലാവരുടെയും മനസ്സും അതുപോലെ തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട്, പ്രകൃതി നമ്മളെ സ്നേഹിക്കെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെ സ്നേഹിക്കണം? ആരാ പ്രകൃതി? പരാശക്തിയായിരിക്കുന്ന മൂർത്തിയാണ് പ്രകൃതി. അതാണ് നിങ്ങൾ. ഞാനും നിങ്ങളും അടങ്ങുന്ന ആ പ്രകൃതിയിലെ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെ പൂർണ്ണമായിട്ടും നമ്മൾ സന്തോഷിപ്പിക്കണം. പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു വലിയ ശക്തിയെ നമ്മൾ തള്ളിപ്പറയുമ്പോഴാണ് പ്രകൃതി നമ്മളെയും തള്ളിപ്പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഉരുണ്ടു വീഴും, ചിലപ്പോൾ ബോധങ്ങൾ പോകും, മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകും. മനസ്സിൻ്റെ സമാധാനം എപ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈശ്വരനിൽ നിന്നും അകലുന്നത്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നമോ നാരായണായ. നാരായണൻ്റെ മന്ത്രം, ഗണപതി മന്ത്രം, മഹാദേവൻ്റെ മന്ത്രം, ദേവിയുടെ മന്ത്രം, പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി പഞ്ചഭൂതക്രിയയിൽ അടങ്ങുന്ന മാംഗല്യ കർമ്മങ്ങളാണ് നമ്മൾ പൂജയായിട്ട് ലളിതാ പരമേശ്വരന്മാരെ ആവാഹിച്ചിരുത്തി ഈ കല്യാണ പൂജ തുടങ്ങുന്നത്.